ഹലോ നമസ്കാരം. ഞാനിന്നൊരു ഇപ്പം ഈ 2, 3 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് കത്തി നിൽക്കുന്ന ഒരു സബ്ജക്റ്റ് എനിക്കൊന്ന് സംസാരിക്കണം തോന്നി. കാരണം വേറൊന്നുമല്ല, നമ്മുടെ വി മുരളീധരൻ ഒരു ട്രൈബൽ സ്കൂളിൽ പോയിട്ട് കുട്ടികൾക്ക് ടേബിളിൽ മിഠായി ഇട്ട് കൊടുത്തു. അവരെ തൊടാൻ മടിച്ചിട്ട് അത് ഭയങ്കര മോശമായിപ്പോയി. പുള്ളിക്ക് അയിത്തം ഉള്ളത് കൊണ്ടാണ് അതിനകത്തേക്ക് ജാതിയും മതമൊക്കെ മിക്സ് ചെയ്ത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഞാൻ കണ്ടു. പക്ഷേ അതും വളരെ ഫേമസ് ആയിട്ടുള്ള പൊളിറ്റീഷ്യൻസ് പോലും അതിനെ ഒരു നെഗറ്റീവായിട്ട് പറഞ്ഞപ്പോൾ എനിക്ക് പേഴ്സണലി തോന്നിയത് അതൊരു ഹാബിച്വൽ ആക്ട് ആയിട്ടാണ്. കാര്യം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് സ്വയം ചിന്തിക്കുക. ഇപ്പം നമ്മുടെ കയ്യിലൊരു ചിപ്സിൻ്റെ പാക്കറ്റോ ഒരു മുളക് പൊടിയുടെ പാക്കറ്റോ അല്ലെങ്കിൽ ഒരു മല്ലിപ്പൊടിയുടെ പാക്കറ്റോ വാട്ടെവർ പാക്കറ്റ് നമ്മുടെ കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് അത് പൊട്ടിച്ചിട്ട് നമ്മൾ ആദ്യമേ ഒരു പ്ലേറ്റ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ടിന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കൈ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ കുടഞ്ഞിടും. അത് എന്ത് സാധനം കിട്ടിയാലും നമ്മൾ അങ്ങനെയാണ് ചെയ്യാറ്. ഈവൻ പ്രത്യേകിച്ച് വീട്ടമ്മമാർക്കൊക്കെ അറിയാം, നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഒരു സ്ഥലത്ത് നാരങ്ങ കലക്കും, ഇത് പൊട്ടിക്കും, അങ്ങനെ അങ്ങനെ ചെയ്യുന്നവരാണ് നമ്മൾ ഭൂരിഭാഗം ആളുകളും. അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാ പറയുക, കൈയിട്ട് എടുക്കുന്നതിനേക്കാളും എനിക്ക് പേഴ്സണലി എളുപ്പം ഇങ്ങനെ കുടഞ്ഞിടുന്നതാണ്. എനിക്ക് ചിരി വരുന്ന വേറൊരു കാര്യമുണ്ട്. നിലത്ത് കുറേ മിഠായി കുടഞ്ഞിട്ടിട്ട് അതിനകത്തുനിന്ന് ഏറ്റവും കൂടുതൽ പെറുക്കുന്നവന് ഒന്നാം സമ്മാനം കൊടുത്ത് മിഠായി പെറുക്കൽ എന്ന് പറഞ്ഞിട്ടൊരു മത്സരം തന്നെ നടത്തുന്ന ഒരു നാട്ടിലാണ് ടേബിളിൽ മിഠായി കുടഞ്ഞിട്ട് കൊടുത്തു, അത് അയിത്തമായി പോയി എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇങ്ങനെ കുടഞ്ഞിട്ട് ശീലിപ്പിക്കുന്നതൊക്കെ കുട്ടികൾക്കൊരു ദുർമാതൃകയല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുട്ടികളും കുട്ടികളുടെ വീട്ടിലുള്ള അമ്മമാരും അവരുടെ അപ്പന്മാരും ഒക്കെ ഇതൊക്കെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുന്നിലുള്ള ജനറേഷനും അതിന് മുന്നിലുള്ള ജനറേഷനും ഒക്കെ ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു അടുത്തൊരു ജനറേഷൻ വന്നാലും ഇത് തന്നെ ചെയ്യും. നമുക്ക് വീട്ടിൽ നമ്മുടെ കുട്ടികൾ ഒരു പാക്കറ്റ് എടുത്തുകൊണ്ട് വന്ന് അതിനകത്ത് പൊട്ടിച്ച് കൈയിട്ടൊക്കെ കഴിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു പ്ലേറ്റ് എടുത്ത് വെക്കൂ, അല്ലെങ്കിൽ പ്ലേറ്റിലിട്ട് കഴിക്കൂ, കുറച്ച് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ഒരു ഹാബിറ്റ് കൊണ്ടുവരാമെന്നല്ലാതെ ഒരു സൊസൈറ്റിയിൽ മൊത്തം പെട്ടെന്ന് ഒരു ദിവസം നമുക്ക് മാറ്റണം എന്ന് വിചാരിച്ചാൽ നടക്കത്തില്ല. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ ഇവിടെ തുപ്പരുത്, അവിടെ മൂത്രമൊഴിക്കരുത്, അവിടെ ചവിട്ടരുത്, അവിടെ വേസ്റ്റ് ഇടരുത് എന്നൊക്കെ എഴുതി വെച്ചാലും ആളുകൾ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മുടെ പൊതുവേ ഇന്ത്യയിലാണേലും കേരളത്തിലാണേലും സിവിക് സെൻസ് ഉള്ള ആളുകൾ വളരെ കുറവാണ്. കാരണം അവർക്ക് അതിനകത്തുള്ള ഓറിയന്റേഷൻ കിട്ടിയിട്ടില്ല. അത് അവരുടെ കുറ്റമല്ല. അപ്പം ഇനി അങ്ങനെയൊരു ലെവലിലേക്ക് ആളുകൾ വരണം എന്നുണ്ടെങ്കിൽ ഇനിയും 1, 2 ജനറേഷൻ കഴിയുമ്പോഴായിരിക്കും കുറച്ചും കൂടെ അങ്ങനത്തെ കാര്യങ്ങൾ. കാരണം നമ്മൾ ഇതൊക്കെ ഹാബിച്വൽ ആക്ട് നമുക്ക് പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല. എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട പല കാര്യങ്ങളിലും ഈ ജാതി മതമൊന്നും മിക്സ് ചെയ്യേണ്ട കാര്യമില്ല. അതിനൊന്നും ആവശ്യമില്ല. കാരണം പുള്ളി പ്രവേശനത്തിന് പോയി, പ്രവേശനോത്സവം അല്ലേ, പ്രവേശനോത്സവത്തിന് പോയി. വളരെ സിമ്പിളായിട്ട് എടുക്കേണ്ട പല കാര്യങ്ങളും ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ട് തിങ്ക് ചെയ്ത് വിവാദം ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. പുള്ളിയൊക്കെ വളരെ തിരക്കുള്ള മനുഷ്യരാണ്. അപ്പോൾ അവർക്ക് ഇത് കഴിഞ്ഞിട്ട് വേറെ സ്ഥലത്ത് പോകാനുണ്ടാവും. പെട്ടെന്നൊരു സ്കൂളാണ്, ഒരു പാത്രമോ ഒന്നും കിട്ടാനുള്ള സാഹചര്യം ഉണ്ടല്ലോ. അങ്ങനെ ഒരു പാത്രത്തെ പറ്റി പോലും ചിന്തിക്കുക, അങ്ങനെ ഒരു നോർമലി ഞാനാണേ ചിന്തിക്കത്തില്ല കേട്ടോ. അത് എനിക്ക് അങ്ങനെയുള്ള കുറേ ആളുകളുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പിള്ളേർക്ക് അത് കൊടുക്കാനേ നോക്കുകയുള്ളൂ. അത് പൊട്ടിച്ചു കൈയിട്ട് ഓരോന്നോരോന്ന് പെറുക്കി കൊടുക്കുന്നതിനേക്കാൾ ഒരു ബെഞ്ചിലേക്ക് കുറച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിള്ളേരത് എടുത്തോളും, അവർ കഴിച്ചോളും. അത് പിള്ളേരാണ്. പിള്ളേരെ അങ്ങനെ കൂടുതലായിട്ട് അത്രയൊന്നും നമ്മൾ ആളുകളെ ജഡ്ജ് ചെയ്യേണ്ടതായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. അപ്പോൾ താങ്ക് യു സോ മച്ച്.